ഞാൻ റിട്ടയർഡ് കേണൽ ശ്രീ എസ് ഡിന്നിയിലേക്ക് പോവുകയാണ്. ശ്രീ എസ് ഡിന്നി, ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു മുൻ മേധാവിയെ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നതിൽ മൊത്തത്തിൽ ആശയക്കുഴപ്പമുണ്ട്, വ്യക്തമായ ഒന്ന് ഇതുവരെ വന്നിട്ടില്ല. ഒരുപക്ഷെ സൈന്യത്തെയും ദൗത്യ സംഘത്തെയും ഒക്കെ അങ്കലാപ്പിലാക്കുന്നതും അവരുടെ ദൗത്യത്തെ പ്രതിസന്ധിയിലാക്കിയതും ഈ പ്രഥമ വിവരം എന്ന് പറയുന്ന കൃത്യതയുള്ള ഒരു വിവരം കിട്ടാത്തതാണ് എന്ന് അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തി. അദ്ദേഹം ഈ ചർച്ചയിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹം പങ്കെടുക്കാൻ തയ്യാറായതുമില്ല. ആ ഒരു പ്രതിസന്ധിയാണോ യഥാർത്ഥത്തിൽ ഈ ദൗത്യത്തെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കിയത്? തീർച്ചയായിട്ടും ശ്രീ ഗോപികൃഷ്ണൻ, ഞാനത് ഫസ്റ്റ് ഡേ തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതായത് 16-ാം തീയതി ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നു. 16-ാം തീയതി നടന്നു കഴിഞ്ഞ് 8:30 നടക്കുന്നു. പക്ഷേ ആ സമയം തൊട്ട് ഏകദേശം ഒരു 2 ദിവസം, ഒരു 18-ാം തീയതി വരെ അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ വേണ്ട രീതിയിലുള്ള ഒരു പ്രവർത്തനം ചെയ്തില്ല എന്ന് തന്നെ നമുക്കത് പറയേണ്ടി വരും. അവർ ചെയ്തു, കുറേ കാര്യങ്ങൾ അവർ ചെയ്തു കാണും, ചെയ്തില്ല എന്നല്ല. പക്ഷേ എങ്ങനെയാണ് ഒരു SOP പ്രകാരം ചെയ്യേണ്ടുള്ളത് അത് അവിടെ അവർ ചെയ്തില്ല. അതിൻ്റെ എല്ലാം ഒരു ഭവിഷ്യത്വമാണ് നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന. ശ്രീ ഗോപികൃഷ്ണൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡിസ്കഷൻ പോയിന്റ് പോലും അതിൻ്റെ ഒരു കാരണമാണ്. അതായത് ഇത്രയും ഈ സ്പെക്കുലേഷൻസ് എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ വിച്ച് ഇസ് ദ നോഡൽ ഏജൻസി, NDRFന്റെ ഏറ്റവും താഴെത്തട്ടിൽ ഡിസ്ട്രിക്ട് ലെവലിലാണ് വരേണ്ടുള്ളത്. അപ്പോൾ അവർ അവിടെ നിന്ന് കോർഡിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ പുറത്തു വരും. എന്താണ് സംഭവിച്ചത്, അവിടെ എങ്ങനെയാണ് സംഭവിച്ചത്, എത്ര പേര് മിസ്സിംഗ് ആണ്, എന്തൊക്കെ ആക്ഷൻസ് എടുത്തു, എന്തൊക്കെ ആക്ഷൻസ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നു, ഇങ്ങനെയുള്ള ഒരു ഇൻഫർമേഷനും ഡേ 1 തൊട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. എന്തൊരു ഡേ 1 ഇതുവരെ ശ്രീ ഗോപികൃഷ്ണൻ ഒരു മീഡിയ ബ്രീഫിംഗ് പോലും നടന്നിട്ടില്ല. അതായത് ഒരു 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 എന്താ പറയുക, ഇപ്പം നമ്മൾ ഉത്തരാഖണ്ഡിന്റെ ടണൽ റെസ്ക്യൂ ഓപ്പറേഷൻ കണ്ടിരുന്നു. അവിടെ കൃത്യമായിട്ട് ഒരു ബ്രീഫിംഗ്, മീഡിയ ബ്രീഫിംഗ് എല്ലാ ദിവസവും നടക്കുന്നുണ്ടായിരുന്നു. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലഫ്റ്റനന്റ് ജനറൽ സയ്യദ് അറ്റ ഹസ്നൈൻ അദ്ദേഹമാണ് ഡെയിലി മീഡിയക്ക് ബ്രീഫിംഗ് കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം ഇതാണ്, ഇത് ടാസ്ക്, നമ്മൾ ഇന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതാണ് നമ്മുടെ ടാസ്ക്, ഇത്രയും ഒബ്ജക്റ്റീവ്സ് നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള ശ്രമം നടത്തും. അതിന്റെ ഭാഗമായിട്ട് ആ ഒരു ഓപ്പറേഷൻ ഇന്ന ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡിമാൻഡ് കൊടുത്തിട്ടുണ്ട്. വൈകിട്ടാകുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഫീഡ്ബാക്ക്, അതായത് നമ്മൾ ഇന്ന് ഫുൾ ഡേ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളായിരുന്നു, ഇത്രയും കാര്യങ്ങൾ നമുക്ക് സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറ്റിയില്ല, പറ്റാത്ത കാരണം ഇന്ന കാരണമാണ്. ഇങ്ങനെ ഒരു മീഡിയ ബ്രീഫിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ടാങ്കർ ബ്ലാസ്റ്റ് ആയി, ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണു, അല്ലെങ്കിൽ GPS കിട്ടി, അല്ലെങ്കിൽ ആ ട്രക്ക് ഓൺ ആയിരുന്നു, അല്ലെങ്കിൽ ആ ഫോൺ റിങ് ചെയ്തു, ആ റിങ് ചെയ്ത ലാസ്റ്റ് കോൾ എപ്പോഴാണ് പോയത്, ഇതൊന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ, അവിടെ നമ്മുടെ എല്ലാ റിപ്പോർട്ടേഴ്സും ചെന്ന് അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് അവർ റിപ്പോർട്ട് ചെയ്തു. ഇത് കൂടാതെ ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു പീരീഡ് ആയതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ധാരാളം ആളുകൾ, അത് ചിലത് ശ്രീ മുനാഫ് പറഞ്ഞ പോലെ വളരെ സദുദ്ദേശത്തോടെ ചെയ്യുന്നവർ കാണും. പക്ഷെ ധാരാളം ആളുകൾ അത് ഒരു ഒരു ആഘോഷമാക്കി മാറ്റാനും കുറച്ച് ലൈക്സ് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് അവരതിനെ അവരുടെ രീതിയിലേക്ക് അത് വഴിതെറ്റു. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ആ വീട്ടുകാരെയാണ്. ആ വീട്ടുകാരുടെ ഒരു ഇൻഫർമേഷൻ കിട്ടാത്തതാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പീരീഡിൽ ഏറ്റവും വലിയ ഒരു പണിഷ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ത് സംഭവിക്കുന്നു അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ എന്താണ് സംഭവിക്കാന്ന് അറിയാത്ത വരുമ്പം അവർ തീർച്ചയായിട്ടും അങ്ങനത്തെ അവർക്ക് അറിയാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പത്തുള്ള റിയാക്ഷൻ ആയിരിക്കും അവർ ചെയ്യുന്നത്. കാരണം അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നില്ല. ഇപ്പം നോക്കൂ, ഇന്ന് ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഇന്ന് നേവൽ PRO ലഫ്റ്റനന്റ് കമാൻഡർ എനിക്കൊന്ന് പിള്ളെ, അദ്ദേഹം വന്ന് കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഇന്ന് പറഞ്ഞു. അതായത് 16-ാം തീയതി ഈ ഇൻസിഡന്റ് നടക്കുന്നു. 16-ാം തീയതി ഇൻസിഡന്റ് നടന്ന് 17-ാം തീയതി നേവിയെ വിളിച്ച് പറയുന്നു, നിങ്ങൾ ഇവിടെ വരണം, ഇവിടെ വന്നിട്ട് ഓയിൽ കണ്ടെയ്നർ, BPSCLന്റെ ഓയിൽ കണ്ടെയ്നർ മിസ്സിംഗ് ആണ്, ആ ഓയിൽ കണ്ടെയ്നർ റിട്രീവ് തരണം. ഇതാണ് അവർ പറഞ്ഞത്. അപ്പോൾ 17-ാം തീയതി അവർ തന്നെ നേവി എത്തുന്നു. അവർ തന്നെ പറയുന്ന, ഭാഗ്യവശാൽ ആ ഓയിൽ കണ്ടെയ്നറിന്റെ ആ സിലിണ്ടർ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ലീക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഇവർ പോയി അതിനെ ലീക്കൊക്കെ അടച്ച് അതിനെ കരയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു. അവരത് കഴിഞ്ഞ് അവർ പോയി. ഇങ്ങനെ വന്നിട്ട് 19-ാം തീയതി നമ്മളെല്ലാം കൂടെ പ്രഷർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവിടെ ആ ഒരു 18-ാം തീയതി പ്രഷറൊക്കെ വന്നപ്പോഴത്തേക്ക് 19-ാം തീയതി വീണ്ടും നേവിയെ വിളിച്ചു. വീണ്ടും നേവിയെ വിളിച്ചത് 19-ാം തീയതി പറയുകയാണ്, ഇനി ഇവിടെ അർജുന്റെ ട്രക്ക് ഉണ്ടോ ഒന്ന് നോക്കുക എന്ന്. അപ്പൊ എന്താ സംഭവിച്ചത്, അവർ വന്ന് ആദ്യം ചെയ്ത ടാസ്കിന്റെ ഭാഗമായിട്ട് ഈ കണ്ടെയ്നറിന്റെ ആ എഞ്ചിൻ ഭാഗം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അവർ പറഞ്ഞു ഇവിടെ അതൊന്നും കണ്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് അവർ ആദ്യം കൊടുത്തിട്ടുള്ളത്. അത് നമ്മളെല്ലാവരും എന്താ വിചാരിച്ചത്, അർജുന്റെ ടാങ്ക് അർജുന്റെ ലോറി ട്രക്ക് ഈ പുഴയിലൊന്നും ഇല്ലാന്ന് നേവി പറഞ്ഞു എന്നുള്ള രീതിയിലേക്ക് അതങ്ങ് പോയി.
അപ്പം ഇതാണ് ഈ ഒരു ഇൻഫർമേഷന്റെ ഒരു പ്രോബ്ലം വരുന്നത്. അതായത് ഇപ്പം ആർമിയുടെ തന്നെ കാര്യം പറഞ്ഞു. ആർമിയെ ആളുകൾ പറഞ്ഞു എന്തോ അവരിവിടെ വന്നു ഒന്നും ചെയ്തില്ല എന്ന്. ആർമിയെ എന്തിനു വേണ്ടിയാ വിളിച്ചെന്നുള്ളത് ആരെങ്കിലും ബ്രീഫ് ചെയ്തോ? ആ ആർമിയെ ഇപ്പം ഇൻഫൻട്രി ബറ്റാലിയനാണ് ബൽഗാമിൽ നിന്ന് വന്നത്. അവരടുത്ത് പറഞ്ഞത് 3 മിസ്സിംഗ് ബോഡിയെ കണ്ടെത്തണമെന്നാണ്. അപ്പൊ ഈ 3 മിസ്സിംഗ് ബോഡി കണ്ടെത്താൻ അവർ 40 അംഗ സംഘമാണ് വന്നത്. അവർക്ക് മൈൻഡ് ഡിറ്റക്ടർ പോലത്തെ സാധനം വെച്ച് നോക്കാനുള്ള അത് വെച്ചിട്ടാണ് അവർ വന്നത്. അവരവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് അങ്ങനൊന്നുമല്ല, ഇത് വലിയ കൂമ്പാരവും ആ ബോഡി ഒരു മനുഷ്യൻ ഒരു ട്രക്കിന്റെ ഉള്ളിലാണ് കിടക്കുന്നതെന്നുള്ളത്. അപ്പം ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറിന്റെ ആവശ്യം വന്നു. അത് ഇന്നലെ വന്നപ്പോൾ കരയിൽ മൊത്തം അത് സെർച്ച് നടത്തി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു ലാക്ക് ഓഫ് ഇൻഫർമേഷൻ പാസിംഗ്, അതായത് SOPയുടെ ഭാഗമായിട്ട് നിത്യവും കറക്റ്റ് ആയിട്ടുള്ള ടൈംലി ബ്രീഫിംഗ് ചെയ്യാത്തതിന്റെ ഒരു വലിയൊരു പോരായ്മയാണ് ഈ കംപ്ലീറ്റ്. അതിനോടൊപ്പം മിസ്ഇൻഫർമേഷൻ കൂടി ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ സംശയിക്കുന്നത്. ഞാനത് ചോദിക്കാൻ കാരണം ഇപ്പൊ താങ്കൾ പറഞ്ഞു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അതിന്റെ തുടക്കത്തിൽ അവർക്ക് വന്ന വീഴ്ചകളെ പറ്റി താങ്കൾ പറഞ്ഞു. അത് ശരിയാണ്. അതിനെ തുടർന്നാണ് മാധ്യമങ്ങളൊക്കെ ഈ വിവരം വലിയ രീതിയിൽ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതെല്ലാം ശരിയാണ്. പക്ഷെ അപ്പോഴും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ തുടക്കം മുതൽ എടുത്ത പൊസിഷൻ, അതായത് അവിടുത്തെ ജില്ലാ കളക്ടർ, അവിടുത്തെ MLA ഒക്കെ പറഞ്ഞത് ഈ ലാൻഡ് സ്ലൈഡിൻ്റെ ഭാഗമായി കരയിൽ, അതായത് ഈ റോഡിനോട് ചേർന്ന് ഈ ലോറി നിൽക്കാനുള്ള സാധ്യത ഇല്ല, അത് വളരെ കുറവാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തത് എന്തായിരുന്നു? ലോറിയുടെ GPS സംവിധാനമുണ്ട്, അവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ലോറി ഓണായി കിടന്നിരുന്നു, സ്റ്റാർട്ടായി കിടക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ എൻജിനെ കുറിച്ചും അതിൻ്റെ ബോഡിയെക്കുറിച്ചുമൊക്കെ നമ്മൾ പരിശോധിച്ചു. അതുകൊണ്ട് അർജുൻ ജീവനോടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മളിങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു, റിപ്പീറ്റഡ്ലി നമ്മളത് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ ഇപ്പോൾ മനാഫ് തന്നെ പറയുന്നു ആ വിവരം എവിടെ നിന്ന് വന്നു എന്ന് ആർക്കും അറിയില്ല. ആരാണ് പറഞ്ഞത് ലോറി ഓണായി കിടന്നിരുന്നു എന്ന്? ഭാരത് ബെൻസ് പറഞ്ഞതായിട്ട് ആര് പറഞ്ഞു? ആര് റിപ്പോർട്ട് ചെയ്തു? വി ഡോണ്ട് ഹാവ് എൻ ഐഡിയ. അപ്പം നമ്മൾ തെറ്റായ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ദൗത്യ സംഘത്തിൻ്റെ തുടക്കം മുതലുള്ള ഇടപെടലിനെ വഴിതെറ്റിച്ചു എന്നാണ് ഞാൻ പേടിക്കുന്നത്. അതൊരു പരിധി വരെ ശരി തന്നെയാണ് ശ്രീ ഗോപികൃഷ്ണൻ. അതായത് നമ്മൾ പ്രഷർ ചെലുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഒരു സിസ്റ്റം അവർ ഇൻസ്റ്റിറ്റ്യൂഷനൈസ് കൊണ്ടുവന്നത്. സാധാരണ രീതിയിൽ ഇതുപോലത്തെ ഒരു ഓപ്പറേഷൻ നടക്കുമ്പം അവിടെ ഒരു ലീഡർഷിപ്പ് റോളിൽ ഒരാൾ കാണും, ഒരു സിസ്റ്റം ഉണ്ട്, അതൊരു ടീം കാണും, അത് പല പല ഏജൻസീസ് വരും, നേവി, ആർമി, NDRF, ലോക്കൽ പോലീസ്, ഇതെല്ലാം ഒരു ടീമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ വെളിയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് അവരെ ചെയ്യത്തില്ല. കാരണം അവരുടെ രീതിയിലേക്കാണ് പോകുന്നത്. ഇവിടെ സിസ്റ്റം ആദ്യത്തെ 2 ദിവസം പ്രവർത്തിക്കാത്തതുകൊണ്ട് നമ്മൾ കൊടുത്ത പ്രഷർ കാരണം അവർ പ്രവർത്തിച്ചു തുടങ്ങിയതും കൊണ്ട് ഈ മിസ്ഇൻഫോർമേഷനും അവർ അതിന്റെ ഒരു വിക്ടിമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് എന്ത് പറ്റി, ഇപ്പൊ ഇന്നലെ വൈകിട്ട് വരെ കരയിന്റെ ബേസിൽ തന്നെയാണ് അവിടെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. നേരത്തെ നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റത്തില്ല എവിടാണെന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇത് കറക്റ്റായിട്ടുള്ള രീതിയിൽ അല്ല പോയത്. അതായത് എനിക്കിത് ഓർമ്മയുണ്ട്, ആ മിനിസ്റ്റർ വരെ പറഞ്ഞ്, നിങ്ങൾ പറഞ്ഞു കരയിൽ നോക്കൂ, ഞങ്ങൾ കരയിൽ വിട്ടു, നിങ്ങൾ പറഞ്ഞു ആർമിയെ വിളിക്കൂ, ഞങ്ങൾ ആർമിയെ വിളിച്ചു. അപ്പം ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത് ഇങ്ങനല്ല ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടുള്ളത്. അതായത് ആ ടീം, അവരുടെ ടീമിൻ്റെ അതിനകത്ത് എക്സ്പെർട്ടീസ് ഉള്ള ആളുകളുണ്ട്, അവരാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അവരാണ് തീരുമാനം എടുക്കേണ്ടുള്ളത്. അതിനി ഫസ്റ്റ് കരയിലാണ് അല്ലെങ്കിൽ ഫസ്റ്റ് പുഴയിലാണ്, അവർ തീരുമാനം എടുത്തിട്ട് അവർ മുന്നോട്ട് പോകുക. വെളിയിൽ നിന്നുള്ള ഇൻപുട്സ് അവർക്ക് സ്വീകരിക്കാം, ആ സ്വീകരിച്ച് അതിനകത്ത് ജെന്യൂനിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് സ്വീകരിച്ചിട്ട് മാത്രം മുന്നോട്ട് പോകാം. ഇവിടെ നടന്നത് നേരെ തിരിച്ചാണ്. ഇവിടെ പ്രഷർ പുറത്തുനിന്ന് വന്നു, പ്രത്യേകിച്ച് മീഡിയ പ്രഷറും മറ്റ് സോഷ്യൽ മീഡിയ പ്രഷർ വന്നപ്പോഴത്തേക്ക് അതിന്റെ ബേസിലാണ് അവർ ആ ഓപ്പറേഷൻ അറ്റ്ലീസ്റ്റ് ഒരു മിഡിൽ ഭാഗത്തേക്ക് നടന്നത്. ഇപ്പം ഒരുവിധം എനിക്ക് തോന്നുന്നു അത് റൈറ്റ് പാത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ദിവസങ്ങൾ, ഏറ്റവും വിലപ്പെട്ട 8 ദിവസങ്ങൾക്ക് ശേഷമാണ് ശ്രീ എസ് ഡിന്നി ശരിയായ ദിശയിലേക്ക് ഇപ്പോൾ ഈ പരിശോധനകൾ പോകുന്നുവെന്ന് നമ്മൾ പറയുന്നത്. എന്റെ സംശയം, ഇപ്പോൾ മനാഫ് ഇത്ര വാനോളം പുകഴ്ത്തി കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയ ഇടപെടലുകൾ ഒക്കെ വളരെയധികം നന്ദി. പക്ഷേ അതേസമയം തന്നെ ചില തെറ്റായ വിവരങ്ങളാൽ നമ്മൾ അതിൽ ക്യാരിഡ് അവേ ആയോ? ചില മാധ്യമങ്ങളെങ്കിലും അതിനെ വലിയ രീതിയിൽ അവതരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൂടി പിന്നിൽ നിന്ന് കുത്തും ചിലപ്പോൾ കുറച്ചു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും അത് ഞാൻ കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്നുണ്ട്. ചില റിപ്പോർട്ടേഴ്സ് ആയാലും ചില മാധ്യമങ്ങളായാലും അതിനെ പ്ലേ അപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തി. അത് ബേസിക്കലി നമ്മുടെ ഒരു കേരളത്തിലെ എല്ലാ സാധാരണക്കാരുടെ മനസ്സിനെ കീഴടക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ ആ ഇമോഷൻസ് വെച്ച് കളിക്കാനുള്ള ഒരു ശ്രമം നടത്തി എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രഷർ അത് പബ്ലിക് ഒപ്പീനിയൻ മാറ്റാനുള്ള ഒരു രീതിയിലേക്ക് മാറി, അത് പൊളിറ്റിക്കൽ പ്രഷറാക്കി ആ ദൗത്യസേനയെ അത് എഫക്റ്റ് ചെയ്തു. അത് കാരണമാണ് ഈ ഒരു 8 ദിവസം
നമ്മൾ പറയത്തില്ല, കാരണം 2 ദിവസം അവർ ഫസ്റ്റ് 2 days അവരൊന്നും പ്രവർത്തിച്ചില്ലായിരുന്നു. 18-ാം തീയതി തൊട്ടാണ് മീഡിയ അവിടെ പ്രവർത്തിച്ചത്. 19th തൊട്ടാണ്, 19-ാം തീയതി തൊട്ടാണ് ആക്ച്വലി ഈ മാക്സിമം മീഡിയ ഈ ഒരു അറ്റൻഷൻ അവിടെ വരികയും 19 തൊട്ട് ഇപ്പോൾ ഒരു 4 ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 2 or 3 ക്രൂഷ്യൽ ഡേയ്സ് നമ്മൾ നഷ്ടപ്പെടുത്തി തന്നെ നമുക്ക് പറയേണ്ടി വരും. ശരി.